എല്ലാവർക്കും സ്കോളർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? നമുക്കറിയാം, കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യൽ എന്നാണ്. ഡിഗ്രി എന്ന് പറയുമ്പം അത് അളവാണ്. അപ്പം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുവാനുള്ള അളവുകോൽ എന്നാണ്, ഒരു സ്കെയിലാണ്. എന്തിനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്? ഗുണത്തെ, ക്വാളിറ്റിയെ, അതേപോലെ തന്നെ കഴിവിനെ, എബിലിറ്റിയെ. അപ്പം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഗുണത്തെയോ അതേപോലെ തന്നെ കഴിവിനെയോ താരതമ്യം ചെയ്യുവാനുള്ള അളവ് കോലിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് എന്നാണ്. അപ്പം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത് അഡ്ജക്റ്റീവ്സിനും ആഡ്വർബിനും ആണ്. അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചെയ്യാറുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ കഴിവിനെയോ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് അല്ലെങ്കിൽ അളവിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത് എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിനെ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എന്താണ് ആഡ്വർബ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. വാട്ട് യു മീൻ ബൈ അഡ്ജക്റ്റീവ്സ്? എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലോ? An adjective is a word that adds to the meaning of a noun. അതായത് ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദത്തെയാണ്, വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയും നാമവിശേഷണം. ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. നാമത്തെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാമത്തിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്ക്. ഞാനൊരു ഉദാഹരണം ഇവിടെ എഴുതാൻ പോവുകയാണ്. ഹീസ് എ ബ്രൈറ്റ് ബോയ്. അവൻ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഹീസ് എ ബ്രൈറ്റ് ബോയ്. അവൻ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ നൗൺ ഏതാ? നൗൺ എന്ന് പറയുന്നത് ബോയ് എന്ന് പറയുന്ന വാക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോയ് എന്ന് പറയുന്ന വാക്കാണ് നൗൺ. ഈ നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ബ്രൈറ്റ്. അപ്പോൾ ഈ ബ്രൈറ്റ് എന്ന് പറയുന്ന വാക്ക് ഈ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ആണ്. അപ്പം ഇങ്ങനെ നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി നാമത്തിനോട് ചേർത്ത് നമ്മൾ പറയുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ബ്രൈറ്റ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്? ഏത് തരത്തിലുള്ള അഡ്ജക്റ്റീവ് ആണ്? അതായത് ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നാമത്തിന്റെ ഗുണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അതേപോലെ മറ്റൊരു ഉദാഹരണം ഞാൻ എഴുതാൻ പോവുകയാണ്. He has two brothers. He has two brothers. അയാൾക്ക് രണ്ട് സഹോദരന്മാരുണ്ട്. അയാൾക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് എന്നാണ്. എന്താണ് നൗണ്? ബ്രദേഴ്സ്. ഈ ബ്രദേഴ്സ് എന്ന് പറയുന്ന നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ടു. രണ്ട്. രണ്ട് എന്ന് പറയുന്ന വാക്കാണ് ബ്രദേഴ്സ് എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ടു. ടു ആണ് അഡ്ജക്റ്റീവ്. ഈ ടു എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? നമ്പർ. അപ്പം ഒരു നാമത്തിന്റെ ഗുണത്തെയോ നമ്പറിനെയോ സൂചിപ്പിക്കുന്ന വാക്കുകളെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഓക്കെ,
ഞാൻ മറ്റൊരു സെന്റൻസ് എഴുതാൻ പോവുകയാണ്. ഐ വാണ്ട് സം മണി. ഐ വാണ്ട് സം മണി. എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. എനിക്ക് കുറച്ച് പണം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൗണായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? മണി, പണം. ഈ പണം എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? സം, കുറച്ച്. കുറച്ച് പണം. കുറച്ച് എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഈ കുറച്ച് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നു, അളവിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു നാമത്തിന്റെ എണ്ണത്തെയോ അളവിനെയോ ഗുണത്തെയോ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ അഡ്ജക്റ്റീവ്സിന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അപ്പം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത് ഒന്ന് അഡ്ജക്റ്റീവിലാണ്, മറ്റൊന്ന് ആഡ്വർബിനാണ്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പല കാര്യങ്ങളും നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വർബ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ അഡ്ജക്റ്റീവിനും ആഡ്വർബിനുമാണ് എന്തുള്ളത്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പം അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് അഡ്ജക്റ്റീവ്? Adjective is a word that adds to the meaning of a noun, that qualifies a noun. അതായത് നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദത്തെയാണ്, വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അർത്ഥം വിശദമാക്കുന്നത്? നാമത്തിന്റെ അർത്ഥം by describing the number of the noun, quantity of the noun, quality of the noun. അതായത് നാമത്തിന്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, നാമത്തിന്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നാമത്തിന്റെ മറ്റളവുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാമത്തിന്റെ അർത്ഥം വിശദമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അപ്പം പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ അഡ്ജക്റ്റീവ്, ഫൈൻഡ് ഔട്ട് ദ അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലായല്ലോ. നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് നാമത്തിന്റെ കൂടെ ചേർക്കുന്ന പദത്തെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നതാവാം? ഗുണത്തെ, ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാവാം, ക്വാണ്ടിറ്റി അളവിനെ സൂചിപ്പിക്കുന്നതാവാം, നമ്പർ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അഡ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. കോമ്പൗണ്ട് നൗൺ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കോമ്പൗണ്ട് നൗൺ? അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ അല്ലെ കൂട്ടത്തിൽപ്പെടാത്തത് ഇത്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്നൊക്കെ ഇങ്ങനെ തരും. അവിടെ വരിക ഒന്ന് കോമ്പൗണ്ട് നൗണും ഒന്ന് കോമ്പൗണ്ട് വേർഡുമാണ്. ഇങ്ങനെയാണ് വരിക. ഇതും അഡ്ജക്റ്റീവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് കോമ്പൗണ്ട് നൗൺ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നാമത്തിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാറുള്ളത്. സാധാരണഗതിയിൽ നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള വാക്കുകളാണ്? എണ്ണത്തെ സൂചിപ്പിക്കുന്ന വാക്ക്, അതേപോലെ തന്നെ അളവിനെ സൂചിപ്പിക്കുന്ന വാക്ക്, ഗുണത്തെ സൂചിപ്പിക്കുന്ന വാക്കൊക്കെയാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പം നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് മറ്റ് നൗണുകൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി മറ്റൊരു നൗണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരുന്ന പെയർ ഓഫ് നൗണിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ. ഇവിടെ നൗൺ യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ്സ്, അതായത് നൗൺ എന്തിന്റെ റോൾ ചെയ്യുന്നു, എന്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു? അഡ്ജക്റ്റീവിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി മറ്റൊരു നൗണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ അത്തരം നൗണുകളെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒരു എക്സാമ്പിൾ പറയാം. സ്കൂൾ ബസ്. സ്കൂൾ ബസ് എന്ന് പറയുമ്പം നമുക്കറിയാം ഇത് രണ്ട് നൗണുകളാണ്. ഒന്ന് സ്കൂൾ എന്ന് പറയുന്ന നൗണാണ്, ബസ് എന്ന് പറയുന്ന നൗണാണ്. രണ്ടും നൗണാണ്. ഇവിടെ ബസ് എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണിത് സ്കൂൾ. ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി
ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഇവിടെ ബസ് എന്ന് പറയുന്ന നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഇവിടെ ഈ നൗണ് അഡ്ജക്റ്റീവിന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ മറ്റൊരു നൗൺ അഡ്ജക്റ്റീവിന്റെ ഡ്യൂട്ടി ചെയ്താൽ അത്തരം നൗണുകളെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ. അപ്പോൾ സ്കൂൾ ബസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് നൗണിന് ഒരു നല്ലൊരു ഉദാഹരണമാണ്. ക്ലിയർ ആയോ? മറ്റൊന്ന് ചർച്ച് ബെൽ. ചർച്ച് ബെൽ. ബെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൗണാണ്. അതേപോലെ തന്നെ ചർച്ച് എന്ന് പറയുന്നത് നൗണാണ്. ഇവിടെ ഏത് ബെല്ലാണ്? ചർച്ച് ബെൽ. ബെൽ എന്ന് പറയുന്ന നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ച മറ്റൊരു നൗണാണ് ചർച്ച്. ഇവിടെ ചർച്ച് എന്ന് പറയുന്ന ഈ നൗണ് അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച് ബെൽ എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് നൗണാണ്. അതുപോലെ തന്നെ സ്കൂൾ ഗേറ്റ്, അതുപോലെ തന്നെ റെക്കോർഡ് ബുക്ക്, അതുപോലെ തന്നെ റിവർ ബാങ്ക്, ഇങ്ങനെയുള്ള ഒട്ടനവധി വാക്കുകൾ കോമ്പൗണ്ട് നൗണിന് ഉദാഹരണമാണ്. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് നൗൺ എന്ന് അറിയാലോ? അതായത് നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി മറ്റൊരു നൗണ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയാറുള്ളത്. ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കോമ്പൗണ്ട് നൗണിന് ഉദാഹരണമാണ്. കോമ്പൗണ്ട് നൗൺ നമ്മൾ പഠിച്ചു. അടുത്തത് കോമ്പൗണ്ട് വേർഡ്. എന്താണ് കോമ്പൗണ്ട് വേർഡ്? നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് നാമത്തിനോട് കൂടെ ഒരു റിയൽ അഡ്ജക്റ്റീവ് വരികയാണ് എങ്കിൽ അതിന് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്നാണ് പറയുക. റിയൽ അഡ്ജക്റ്റീവ്. എന്താ റിയൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ അതിന്റെ നമ്പറിനെ സൂചിപ്പിക്കുന്ന വാക്ക്, അളവിനെ സൂചിപ്പിക്കുന്ന വാക്ക്, ഗുണത്തെ സൂചിപ്പിക്കുന്ന വാക്കൊക്കെയാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ഗുണത്തെയും അതുപോലെ തന്നെ എണ്ണത്തെയും അതുപോലെ തന്നെ അളവിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവുകളെയാണ് നമ്മൾ റിയൽ അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഇങ്ങനെ റിയൽ അഡ്ജക്റ്റീവ് ഒരു നൗണിനോട് കൂടെ ചേർന്നാൽ അത്തരം വാക്കുകളെ നമ്മൾ എന്തു പറയും? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയും. ഒരു ഉദാഹരണം, ബ്യൂട്ടിഫുൾ സൈറ്റ്. മനോഹരമായ കാഴ്ച. സൈറ്റ് എന്ന് പറയുന്നത് നൗണാണ്. പക്ഷെ ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് റിയൽ അഡ്ജക്റ്റീവ് ആണ്. ഗുണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ടോൾ മാൻ. പൊക്കമുള്ള മനുഷ്യൻ. മാൻ നൗണാണ്. ടോൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു റിയൽ അഡ്ജക്റ്റീവും നൗണും ചേർന്ന് വരുന്നതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയും. ഒരു നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി മറ്റൊരു നൗണ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ അതിനെ കോമ്പൗണ്ട് നൗൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയാം, കോമ്പൗണ്ട് നൗൺ എന്താണെന്ന് അറിയാം, കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് അറിയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊന്ന് ഡിറ്റർമിനർ. ഡിറ്റർമിനർ എന്താണ്? ഡിറ്റർമിനർ അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി തരാം. An old man. An old man came here. An old man came here. ഒരു വൃദ്ധനായ മനുഷ്യൻ, ഒരു പ്രായമായിട്ടുള്ള ആള് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പം ഇവിടെ നൗൺ എന്ന് പറയുന്നത് മാനാണ്. ഈ മാനിന്റെ അർത്ഥം, ഈ നൗണിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓൾഡ് ആണ്. ഓൾഡ് അത് യഥാർത്ഥത്തിൽ അഡ്ജക്റ്റീവ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയരുത്, ഇതിനെ നമ്മൾ പറയേണ്ടത് ഡിറ്റർമിനർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചില സെന്റൻസുകളിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണും അഡ്ജക്റ്റീവും അടങ്ങുന്ന ഒരു കൂട്ടം വാക്കുകളായിരിക്കും. ഇങ്ങനെ നൗണും അഡ്ജക്റ്റീവും അടങ്ങുന്ന ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അവിടെ വന്നിരിക്കുന്ന അഡ്ജക്റ്റീവിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റർമിനർ. Okay, in some sentences subject is a group of words including noun and adjective. Here the adjective is known as determiner. Clear?
ചില സെന്റൻസുകളിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണും അഡ്ജക്റ്റീവും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടം വാക്കുകളായിരിക്കും. ഇവിടെ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള അഡ്ജക്റ്റീവിനെ നമ്മൾ പറയേണ്ട പേര് ഡിറ്റർമിനർ എന്നാണ്. ആ ഡിറ്റർമിനറിന് മുൻപിലുള്ള, അതിന് തൊട്ട് മുൻപിലുള്ള വാക്കിനെ നമ്മൾ പറയേണ്ടത് പ്രീ ഡിറ്റർമിനർ എന്നാണ്. പ്രീ ഡിറ്റർമിനർ എന്നാണ്. പ്രീ ഡിറ്റർമിനർ. ഇപ്പോൾ ഡിറ്റർമിനർ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രീ ഡിറ്റർമിനർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പം ചില സെന്റൻസുകളിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻക്ലൂഡിങ് നൗൺ ആൻഡ് അഡ്ജക്റ്റീവ്. നൗണും അഡ്ജക്റ്റീവും അടങ്ങുന്ന ഒരു കൂട്ടം വാക്കുകളായിരിക്കും. ഇവിടെ adjective is known as determiner, not as adjective. ഇവിടെ adjectiveനെ വിളിക്കേണ്ടത് ഡിറ്റർമിനർ എന്നാണ്, അല്ലാതെ adjective എന്നല്ല. ഓക്കെ. ഈ ഡിറ്റർമിനറിന്റെ മുൻപിൽ വരുന്ന വാക്കിനെ നമുക്ക് എന്ത് പറയാം? പ്രീ ഡിറ്റർമിനർ എന്ന് പറയാം. അപ്പൊ adjective എന്താണെന്ന് അറിയാം, കോമ്പൗണ്ട് നൗൺ എന്താണെന്ന് അറിയാം, കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് അറിയാം, ഡിറ്റർമിനർ എന്താണെന്ന് അറിയാം, പ്രീ ഡിറ്റർമിനർ എന്താണെന്ന് അറിയാം. ഓക്കെ. അടുത്തത്, ചില സെന്റൻസുകളിലെല്ലാം നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ ഉപയോഗിക്കും. ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ധാരാളം 2, 3, 4 ഒക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ള കേസുകളിൽ ഈ അഡ്ജക്റ്റീവിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടെ, അതും PSCയുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് വരുന്ന ഭാഗം ഏത് എന്ന് ചോദിക്കും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ വന്നാൽ ആ അഡ്ജക്റ്റീവുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, നമ്പറിനെ സൂചിപ്പിക്കുന്ന വാക്ക് അല്ലെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്ക്, ഇത് അഡ്ജക്റ്റീവ് ആണ്. അപ്പം ആ പാറ്റേണിൽ നമ്പറിനെയോ ക്വാണ്ടിറ്റിയെയോ സൂചിപ്പിക്കുന്ന വാക്കുണ്ടെങ്കിൽ അതാണ് ആദ്യം നമ്മൾ വെക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. അപ്പം ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ, ആ വാക്കാണ് നമ്മൾ രണ്ടാമത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ വെക്കേണ്ടത് സൈസ്, തരത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെയിറ്റ്, സൈസ് ഓർ വെയിറ്റ്, ഭാരം അല്ലെങ്കിൽ തരം, ഇതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ കളർ, നിറത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അറേഞ്ച് ചെയ്ത് വെക്കുക. ദെൻ പ്രോപ്പർ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു, ഏത് ദേശക്കാരനാണ്, ഏത് രാജ്യക്കാരനാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ പ്രോപ്പർ എന്ന് പറയാം. അതിനുശേഷം നൗൺ. ഈ ക്രമത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ഒരു നാമത്തിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ വന്നു കഴിഞ്ഞാൽ ആ അഡ്ജക്റ്റീവുകളെ ക്രമമായ രീതിയിൽ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്ക്, ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആദ്യം വെക്കുക. 2, ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് വെക്കുക. 3, സൈസ് അല്ലെങ്കിൽ വെയിറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് വെക്കുക. 4, കളറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് വെക്കുക. 5, പ്രോപ്പർ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യക്കാരൻ, ഏത് ദേശക്കാരൻ, എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന കാര്യമാണ് പ്രോപ്പർ. അതിനുശേഷം നൗൺ ആണ് വെക്കുക. ഓക്കെ. ഒരു ഉദാഹരണം, എ നൈസ് ഓൾഡ് സ്റ്റോൺ ബിൽഡിംഗ്. എ നൈസ് ഓൾഡ് സ്റ്റോൺ ബിൽഡിംഗ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് നൗൺ ആണ്. നൗൺ. ആ ബിൽഡിംഗ് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്? സ്റ്റോൺ, കല്ലുകൊണ്ട്. അത് പ്രോപ്പർ ആണ്. ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് സൈസ് ആണ്. നൈസ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ആണ്. അപ്പം നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ദെൻ ക്വാളിറ്റി, സൈസ് ഓർ വെയിറ്റ്, കളർ, പ്രോപ്പർ. ഈ ക്രമത്തിലാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇത് ചോദിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ്
ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നിട്ട് തരും ഓപ്ഷൻ എ നൈസ് ഓൾഡ് സ്റ്റോൺ ബിൽഡിംഗ്. സെക്കൻഡ് ആൻ ഓൾഡ് നൈസ് സ്റ്റോൺ ബിൽഡിംഗ്. ഓപ്ഷൻ സി എ സ്റ്റോൺ ഓൾഡ് നൈസ് ബിൽഡിംഗ്. ഇങ്ങനെ ക്രമം തെറ്റിയ രീതിയിലൊക്കെ എഴുതി തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏതാണ് ക്രമമായിട്ട് എഴുതിയത്, റൈറ്റ് ഓർഡറിൽ വന്നത് എന്ന് നോക്കണം. ഇങ്ങനെയുള്ളതും ഇപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പം നമ്പർ ഓർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സൈസ്, കളർ, പ്രോപ്പർ എന്ന ക്രമത്തിലാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവുകൾ ഉണ്ടെങ്കിൽ അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക എന്ന് ഓർത്ത് വയ്ക്കുക. മറ്റൊരു ഉദാഹരണം പറയാം. An old black American Negro. An old black American Negro. ഇവിടെ നൗണ് നീഗ്രോ. എഴുത്തുകാരനായിട്ടുള്ള നീഗ്രോ ആണ്, അമേരിക്കക്കാരൻ, സ്വദേശം. ബ്ലാക്ക് എന്ന് പറയുന്നത് കളർ, ഓൾഡ് എന്ന് പറയുന്നത് സൈസ്, ആൻ എന്ന് പറയുന്നത് നമ്പർ. ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ സാധിക്കണം. ക്വാണ്ടിറ്റി ഓർ നമ്പർ, ക്വാളിറ്റി, സൈസ് ഓർ വെയിറ്റ്, കളർ, പ്രോപ്പർ എന്ന ക്രമത്തിൽ എഴുതണം. അടുത്ത നമ്മൾ ആഡ്വർബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആഡ്വർബ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ള മറ്റൊന്നാണ് ആഡ്വർബ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ് എന്നാണ് പറയാറുള്ളത്. എന്താണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇതിന്റെ മലയാളം എന്താ? ക്രിയാവിശേഷണം അല്ലേ? ഈ ക്രിയാവിശേഷണം എന്ന് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് ആളുകൾ വിചാരിക്കും ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കും. ശരിയാണ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ആഡ്വർബ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നത് ആഡ്വർബാണ്? അപ്പം പറയാം. അപ്പം ക്രിയയുടെ അർത്ഥം വിശദമാക്കുന്നത് ആഡ്വർബാണ്. അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കുന്നത് ആഡ്വർബാണ്. ആൻഡ് another adverb, മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കുന്നത് ആഡ്വർബാണ്. What do you mean by adverb? An adverb is a word that adds to the meaning of a verb or adjective or another adverb. ക്രിയയുടെയോ അഡ്ജക്റ്റീവിന്റെയോ another adverbിന്റെയോ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. ഇവിടെ മൂന്നാമത് പറഞ്ഞ പോയിന്റ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. another adverb, മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കുന്നത്. ഞാൻ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, he speaks well. അയാൾ നല്ലവണ്ണം സംസാരിക്കുന്നു. he speaks well, അയാൾ നല്ലവണ്ണം സംസാരിക്കുന്നു. ഇവിടെ ക്രിയ ഏതാണ്? ക്രിയ സ്പീക്സ് അല്ലേ? എങ്ങനെയാ സംസാരിക്കുന്നത്? വെൽ, നല്ലവണ്ണം. അപ്പോൾ ഇവിടെ ക്രിയയുടെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് വെൽ. സോ വെൽ ഈസ് ആഡ്വർബ്. ഇവിടെ വെൽ എന്ന് പറയുന്നത് എന്താണ്? ആഡ്വർബ് ആണ്. എങ്ങനെയാ ആഡ്വർബ് ആയത്? ക്രിയയുടെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് അതിനെ നമുക്ക് ആഡ്വർബ് എന്ന് പറയാം. അപ്പം വേർബിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ആഡ്വർബ് ആണ്. ഇനി അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്ക് ആഡ്വർബ് ആണ്. നോക്കാം. He is very rich. അയാൾ വളരെ സമ്പന്നനാണ്. അയാൾ വളരെ സമ്പന്നനാണ്. ഹി സബ്ജക്റ്റ് ആണ്, ഈസ് വേർബ് ആണ്, റിച്ച് സമ്പത്തുള്ള, സമ്പന്നനായ, അഡ്ജക്റ്റീവ് അല്ലേ? ഇവിടെ നമ്മള് സബ്ജക്റ്റും വേർബും അഡ്ജക്റ്റീവ്, റിച്ച് എന്ന അഡ്ജക്റ്റീവും അല്ലാതെ മറ്റൊരു വാക്കുണ്ട്, വെരി എന്ന് പറയുന്ന വാക്ക്, വളരെ. ഈ വളരെ എന്ന് പറയുന്ന വാക്ക് ഏതിന്റെ അർത്ഥം വിശദമാക്കുന്നു? റിച്ച് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കുന്നു. ഇവിടെ ഹിയുടെ അർത്ഥം വിശദമാക്കാനല്ല വെരി ഉപയോഗിച്ചത്. ഈസ് എന്ന് പറയുന്ന ക്രിയയുടെ അർത്ഥം വിശദമാക്കാനല്ല ഉപയോഗിച്ചത്. മറിച്ച് റിച്ച് എന്ന് പറയുന്ന
അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് വെരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. ഇങ്ങനെ അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്ക് ആഡ്വർബ് ആണ്. അപ്പൊ ഈ സെന്റൻസിൽ വെരി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അപ്പം ക്രിയയുടെ അർത്ഥം വിശദമാക്കുന്ന വാക്ക് ആഡ്വർബ് ആണ്, അഡ്ജക്റ്റീവിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്ക് ആഡ്വർബ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ്, അനദർ ആഡ്വർബ്, മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കുന്ന വാക്കാണ് ആഡ്വർബ്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം ഇവിടെ എഴുതാം. നേരത്തെ എഴുതിയ ഉദാഹരണം തന്നെയാണ് എഴുതാൻ പോകുന്നത്. ആദ്യത്തെ സെന്റൻസ്, ഹി സ്പീക്സ് വെൽ. ഹി സ്പീക്സ് വെൽ, അയാൾ നല്ലവണ്ണം സംസാരിക്കുന്നു. ഇവിടെ ക്രിയ സ്പീക്സ് ആണ്, വെൽ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. ഞാൻ ഈ സെന്റൻസ് ഒന്നുകൂടി മാറ്റി എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചു നോക്കുക. ഹി സ്പീക്സ് വെരി വെൽ. ഹി സ്പീക്സ് വെരി വെൽ, അയാൾ വളരെ നല്ലവണ്ണം സംസാരിക്കുന്നു. ഇവിടെ ക്രിയ സ്പീക്സ് ആണ്. എങ്ങനെയാ സ്പീക്സ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്? വെൽ, നല്ലവണ്ണം. അപ്പൊ വേർബിന്റെ അർത്ഥം വിശദമാക്കുന്ന ആളേതാ? ആഡ്വർബ്. അപ്പം വെൽ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. ഇനി എങ്ങനെ നല്ലവണ്ണമാണ്? വളരെ നല്ലവണ്ണം. അപ്പൊ ഇവിടെയും ഒരു വെരി എന്ന് പറയുന്ന വാക്ക് വന്നു. ഈ വെരി എന്ന് പറയുന്ന വാക്ക് വെൽ എന്ന് പറയുന്ന ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കി. ഇങ്ങനെ മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കുന്നയാള് ആണ് ആഡ്വർബ്. അപ്പൊ ഈ സെന്റൻസിൽ ഏതാ ആഡ്വർബ് എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടും പറയരുത്. വെരിയും വെല്ലും ആഡ്വർബ് ആണെന്ന് പറയരുത്. ഈ സെന്റൻസിൽ ആഡ്വർബ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ വെരിയാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കുന്നത്. ഒരു സെന്റൻസിൽ ഒരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കാൻ മറ്റൊരു വാക്ക് ഉപയോഗിച്ചാൽ ആ വാക്കിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് വിളിക്കേണ്ടത്. ഇവിടെ പരീക്ഷ ചോദിക്കും, ഇങ്ങനെയുള്ള ചോദ്യം വന്നിട്ട് ഹി സ്പീക്സ് വെരി വെൽ, ഐഡന്റിഫൈ ദ ആഡ്വർബ് എന്ന് പറയും. എന്നിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ എ വെരി, ഓപ്ഷൻ ബി വെൽ, ഓപ്ഷൻ സി സ്പീക്സ്, ഓപ്ഷൻ ഡി വെരി ആൻഡ് വെൽ, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ വെരി ആൻഡ് വെൽ എഴുതരുത്, അത് തെറ്റാണ്. കാരണം മറ്റൊരു ആഡ്വർബിന്റെ അർത്ഥം വിശദമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആഡ്വർബ് എന്നുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ വെരി എന്ന് പറയുന്ന വാക്കാണ് ആഡ്വർബ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് ആഡ്വർബ് എന്ന് മനസ്സിലായി അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ആഡ്വർബിനെ കണ്ടെത്താൻ കഴിയുക, പെട്ടെന്ന് എങ്ങനെ ആഡ്വർബിനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ആഡ്വർബിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരു സെന്റൻസ് ആണുള്ളത് എങ്കിൽ സെന്റൻസിലെ വേർബിന്റെ കൂടെ വെൻ, എപ്പോൾ, അല്ലെങ്കിൽ വേർ, എവിടെ, അല്ലെങ്കിൽ വൈ, എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഹൗ, എങ്ങനെ, ഈ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്ന പാർട്ടാണ് ആഡ്വർബ്. അപ്പം ആഡ്വർബിനെ കണ്ടെത്താൻ എളുപ്പമാണ്. സെന്റൻസിലെ ക്രിയയോട് കൂടെ എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ, വെൻ, വേർ, വൈ, ഹൗ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നയാളെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക. ആ ഉത്തരമായിട്ട് വരുന്ന പാർട്ടാണ് ആഡ്വർബ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാനൊരു ഉദാഹരണം എഴുതാൻ പോവാം. ഹി റാൻ ഫാസ്റ്റ്, അവൻ വേഗത്തിൽ ഓടി. ഇവിടെ ക്രിയ റാൻ. ഹി റാൻ, അവൻ ഓടി. ഹൗ, എങ്ങനെ, ഫാസ്റ്റ്, എങ്ങനെ ഓടിയത്? വേഗത്തിൽ. അപ്പോ ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നു. അതുകൊണ്ട് ഫാസ്റ്റ് എന്ന് പറയുന്നത് ആഡ്വർബ്. ഓക്കെ, he put the bag on the table. He put the bag on the table. അവൻ ബാഗ് ടേബിളിന്റെ മുകളിൽ വെച്ചു എന്നാണ്. He put the bag, put ക്രിയ, അവൻ വെച്ചു. The bag, ബാഗ് വെച്ചു. Where, എവിടെ വെച്ചു? On the table. On the table എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്ന പാർട്ട്, അത് ആഡ്വർബ് ആണ്. He came yesterday. He came yesterday. അവൻ ഇന്നലെ വന്നു. ക്രിയ came, he came, അയാൾ വന്നു. When, എപ്പോൾ. Yesterday, ആഡ്വർബ് ആണ്.
then he didn't go there because of ഹർത്താൽ. ഹർത്താൽ കാരണം, ഹർത്താൽ കൊണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ he didn't go there because of ഹർത്താൽ. ഹർത്താൽ കാരണം അവൻ അവിടേക്ക് പോയില്ല. he didn't go there, അവൻ അവിടേക്ക് പോയില്ല. why? എന്തുകൊണ്ടോ? because of ഹർത്താൽ. അപ്പൊ ഇങ്ങനെ ക്രിയയുടെ കൂടെ when, where, why, how ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്ന പാർട്ടിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലോ? അടുത്തത്, ഇതേപോലെ ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബുകൾ വന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ക്രമമായിട്ട് എഴുതി വെക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അപ്പം അതിനുള്ള ഒരു മെത്തേഡ് ഉണ്ട്, MPT മെത്തേഡ്. ഈ രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. എം എന്ന് പറയുന്നത് മാനർ, രീതി, ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത്. പി എന്ന് പറയുന്നത് പ്ലേസ്, വ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത്. ടി എന്ന് പറയുന്നത് ടൈം, വെൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ക്രമപ്പെടുത്തി വെക്കുക. അപ്പോൾ ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബുകൾ വന്നാൽ ആ ആഡ്വർബുകളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനുള്ള രീതിയാണ് MPT മെത്തേഡ്. M മീൻസ് മാനർ, P പ്ലേസ്, T ടൈം. ഈ ക്രമത്തിൽ അതിനെ എഴുതി വെക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. She sang well at the concert the last day. She sang, അവൾ പാടി, well നല്ലവണ്ണം, manner. എവിടെന്നാ പാടിയത്? at the concert, സംഗീത കച്ചേരി. place, where എന്നുള്ളതിന്റെ ഉത്തരം. എന്നാ പാടിയത്? എപ്പോഴാ? the last day, കഴിഞ്ഞ ദിവസം. time, MPT. ഈ ക്രമത്തിലാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആഡ്വർബുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്തി വെക്കുക. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.